ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാബേജ് തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ക്യാബേജ് തോരൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പകുതിയോളം, അതായത് ചെറിയ ക്യാബേജിൽ ഒരു പകുതി ക്യാബേജ് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്യാബേജ് നല്ലതുപോലെ കഴുകുമ്പോഴത്തേക്കും അതിൻ്റെ ആ പ്രത്യേക ആ ഒരു മണമുണ്ട്, ആ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് നിൽക്കുന്ന ആ ഒരു മണം ഒന്ന് കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു 2 തവണ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തുടങ്ങാം. അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഈ തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പരിപ്പും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. പരിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് ലൈറ്റായിട്ട് ഇതിൻ്റെ കളറൊന്നും മാറിക്കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളിപ്പോൾ ഇത് കുതിർത്തിട്ടുള്ളതല്ല, കുതിർക്കാതെ തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ലൈറ്റായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പരിപ്പ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതിൻ്റെ കളറ് മാറുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ലൈറ്റായിട്ട് ഇതൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ സവാളയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ക്യാബേജും കൂടി. ക്യാബേജും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിനാണ് നമ്മുടെ ക്യാബേജ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇത്രയും നീളത്തിന് അരിഞ്ഞെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയിട്ടും അരിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ നീളത്തിൽ അരിയുന്നതാണ് അതിൻ്റെ ആ ഒരു ഭംഗി. ഇപ്പോൾ നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ക്യാബേജ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ക്യാബേജ് എല്ലാം ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്, അതും കൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി. അപ്പോൾ ഈ ജീരകം പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്തേക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ നമുക്കിതിന് കിട്ടത്തുള്ളൂ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ ഈ ഉപ്പും അതുപോലെ തന്നെ ജീരകവും ഒക്കെ എല്ലാം ഒന്ന് മിക്സ് ആകുന്നത് പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ചിരകിയ തേങ്ങയും കൂടി. തേങ്ങ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കാതെയാണ് നമ്മുടെ ഈ തോരൻ തയ്യാറാക്കി എടുക്കുന്നത്. കാരണം നമ്മളിത് കഴുകി എടുത്ത സമയത്ത് തന്നെ നമ്മുടെ ഈ ക്യാബേജിൽ കുറച്ച് വെള്ളമുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ തന്നെ കഴുകിയില്ല എന്നുണ്ടെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞ രീതിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. പക്ഷേ അങ്ങനെയല്ല നമുക്കിത് കിട്ടേണ്ടത്. ഇപ്പോൾ തന്നെ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ ഈ ചെറുപയർ പരിപ്പ് ചേർത്തിട്ടുള്ളതിൻ്റെ പേരിൽ വെള്ളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ വേകുമോ എന്നുള്ള ഒരു സംശയവും വേണ്ട. നമ്മൾ നല്ലതുപോലെ എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ ഈ സമയം തന്നെ നമ്മളിപ്പോൾ ഇതിൽ നിന്നൊരു പരിപ്പെടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഒരു ഡൗട്ട് വേണ്ട. ഞാൻ പറഞ്ഞൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതിയാവും. നമ്മുടെ ഈ പരിപ്പ് ചേർത്ത ഉടനെ തന്നെ ബാക്കി കാര്യങ്ങൾ ചേർക്കരുത്. കുറച്ച് സമയം ഒന്ന് വഴറ്റണം. അതിൻ്റെ കളർ ഒന്ന് ലൈറ്റായിട്ട് മാറുന്നത് വരെ പെട്ടെന്ന് തന്നെ മാറി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല വെറ്റായിട്ടാണ് നമ്മുടെ ഈ ക്യാബേജൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നമ്മളിതിങ്ങനെ വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ ക്യാബേജൊക്കെ ആവിയിലിരുന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇത് വന്നിട്ട് നോൺ സ്റ്റിക്കിൻ്റെ കടായിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ കടായിലൊക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ എങ്ങാനും അടുക്കി പിടിക്കും എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ നമ്മളൊരു 1/4 കപ്പ് അളവ് അതിൽ നിന്ന് കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ സൈഡിലേക്കൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കണ്ട. ഒരല്പം മാത്രം വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ആഹാ, നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. നമ്മുടെ ക്യാബേജ് തോരനെല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് എപ്പോഴും തയ്യാറാക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്കിത് പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമേ ഇല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ക്യാബേജ് തോരനാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്തവണത്തെ ഓണസദ്യയ്ക്ക് ക്യാബേജ് തോരനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ക്യാബേജ് തോരനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യലായിട്ടായിരിക്കും നമ്മുടെ ക്യാബേജ് തോരൻ ഉണ്ടാവുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.